അണിഞ്ഞൊരുങ്ങി എവിടെ പോണ്? കൊല്ലം വരെ. എളിഞ്ഞിരിക്കുന്ന ഇരിപ്പ് നോക്കൂ, സ്വന്തം കാറാന്ന് വിചാരം. ചേട്ടത്തെ കാണാൻ പോവാ. ചേട്ടത്തെ ഏത്തപ്പഴം ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി മേടിച്ചു വെച്ചിരുന്ന. ഞങ്ങളെയൊക്കെ സ്നേഹം ചേട്ടത്തിയോടാ ഇല്ലേ? ആദ്യം ചേട്ടത്തിയല്ലേ ഉണ്ടായത്, പിന്നെ ഞങ്ങളുണ്ടായ. അപ്പൊ ഞങ്ങക്ക് നമ്മളെന്ന് വേണ്ടെന്ന്, നമ്മളൊക്കെ ഔട്ടാന്ന്. അതെന്താ അങ്ങനെ? ചേട്ടത്തിയാ വലുതെന്ന്. നമ്മള് നമ്മള് ചേട്ടത്തിയെ വിളിച്ച് കൊണ്ടുപോകാൻ പറ. ചേട്ടത്തിയെ വിളിച്ചോണ്ട് കൊണ്ടുപോകാൻ പറ. പറയൂടാ, കൊണ്ടുപോവാ. ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാ, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടാ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഏത്തപ്പഴവും പിന്നെ എന്തോന്നാ ഉള്ളേ? എന്നെ ബിസ്ക്കറ്റ് എടുത്തായിരുന്നോ? ഇല്ല, ബിസ്ക്കറ്റ് എടുത്തില്ല. വേറെന്താ ഉണ്ട്? ഇല്ലടാ, എല്ലാം ഉറപ്പ് കൊടുത്തു. എല്ലാം മൊബൈൽ എടുക്കാൻ നോക്കിയതാ. അത് നീ ഉണക്കട്ടത് കാറി കയറിയാലും വീട്ടിലെ അതെ എന്തേ ഉണക്കി ഉണക്കട്ടെ. കഴുകിട്ട തുണി അവിടെ കിടന്ന് ഉണങ്ങട്ടെ. ചേട്ടത്തി കാണാൻ പോവാ. ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ ഉണ്ടാ കോള് വന്നു. സംസാരിക്കും എടുത്ത്. ഹലോ, അല്ല പറഞ്ഞോ, കുഴപ്പമില്ല. പോയോ? പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരുമോ? അതവിടെ നിൽക്കാനാണോ പ്ലാൻ? ഇന്ന് തന്നെ വരും ഉറപ്പാന്നേ? രാത്രിയാവുമായിരിക്കുമല്ലോ എങ്ങനെയായാലും. ഒരു 12 മണി അങ്ങനെ പൊതുവെ കണ്ടുവരുന്നില്ലേ? നിങ്ങൾ മുമ്പേ ചോദിച്ചില്ലയോ ചേട്ടത്തി എന്നാ വിളിച്ചോണ്ട് പോട്ടെന്ന്? ഞാൻ അവിടെ നിന്നോളാം. ഞങ്ങളെ വേണ്ട, നിങ്ങൾ വന്ന് കഞ്ഞിയൊക്കെ വെച്ച് കഴിച്ചു നോക്ക്. അപ്പൊ ഞങ്ങള് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ. ഞാനില്ലാതായാ നിങ്ങൾ ജീവിക്കണമല്ലോ. അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമല്ലേ? നല്ല ഞങ്ങളില്ലേലും അമ്മയും ഒറ്റയ്ക്ക് നിൽക്കണം. അതിനുള്ള ട്രെയിനിങ് ഉടനെ വരുന്നുണ്ട്. ഞങ്ങളെവിടെ ഇട്ടില്ലെങ്കിൽ പോവും. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് നിൽക്കണം. നിൽക്കുമോ? നിങ്ങൾ ഗൾഫിൽ പോവായിരിക്കും. ഗൾഫിൽ ആര് പോകുന്നു? ഗൾഫിൽ പോകുന്ന ആരെയല്ല അറിഞ്ഞേ. നിങ്ങളെ രണ്ടുപേരും ഞാൻ ഗൾഫിൽ വിടും. ആര് പോകുന്നതിന്? വെള്ളം കോരാന് അപ്പൊ ആരെ വിളിക്കൊക്കെ? അന്നേരമൊക്കെ ഒരു കുടം വെള്ളം പോരായോ? അപ്പൊ ഒരു കുടം വെള്ളത്തിനുള്ള വിലയുള്ളൂ ഞാൻ ഇല്ലേ? അപ്പൊ അത്രയൊക്കെ ഉള്ളു നമ്മള്. വളവാടാ ഞാനല്ലേ കളയുന്നത്. റോഡൊന്നും ഇവരിങ്ങനെ വളച്ച് കെട്ടിയേക്കുന്നേ. ഈ റോഡെന്തോ വളച്ച് കെട്ടിയേക്കുന്നേ. മൂത്തിട്ടാ തോട്ടി പോകും. മൂത്ത പണിയാ തോട്ടി പോകുന്നു. അവിടെ തോടാ. ഇത്ര വളമുണ്ടോ? പിടിച്ചിരുന്നു. തുണി ഉണങ്ങിയോ? തുണി ഉണങ്ങി. പുത്തൂര് ഈ അമ്മയുടെ പുത്തൂരിന്ന് കേൾക്കുമ്പോഴേ അങ്ങ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനാട് ഇഷ്ടമാണോ? ഇഷ്ടാ. അതുപോലെയുള്ളൂ. കടയിൽ കയറണേ മനു. ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കോ? നിങ്ങൾക്കും വാങ്ങി. എന്തോ സൺ കിസ്ഡ് വെയിലായോണ്ട് അമ്മ അപ്പുറത്ത് പോയി അങ്ങിരുന്നു. കണ്ടോ? ഞാൻ വെയിലുള്ളട്ടോ. ഇവിടെ വെയിലില്ലയോ? അത്ര വെയിലൊന്നും ഇല്ല. പോയാട്ടോ. റോഡ് സൈഡിൽ ഡോറ് തുറക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇപ്പുറത്തൂടെ കയറിയത്. അതൊന്നും അല്ല, വെയിലായോണ്ടാ. ഇവിടെ ഉണ്ടോ വെയിൽ നോക്കണ്ടോ? മുഖത്ത് വെയിലടിക്കുന്നുണ്ടോ? ഇപ്പൊ ടാനാവും. പഴം തന്നെ എന്നെ അങ്ങ് മയക്കി കേട്ടോ. അയ്യോ, ചേട്ടത്തിക്ക് കൊടുക്കേണ്ട പഴ. അയ്യോ, ഞങ്ങളെന്താ എങ്ങനെ ശരിയാവും? അപ്പൊ ഞങ്ങൾക്കൊന്നും മേടിച്ചു വരുന്നില്ലയോ ഹോട്ടലിൽ നിന്ന്? ബിരിയാണി അവിടെ വരെ അപ്പൊ ഞങ്ങള് പട്ടിണിയാ കിടക്കണോന്നില്ലയോ? ഇല്ലയോ? കേട്ടോടാ, അവിടെ വരെ പട്ടിണി കിടക്കണോന്ന്. ഇന്നലെ പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങളുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഏത്തപ്പഴം അതേപോലെ തന്നെ തിരിച്ച് ഞാൻ വരുത്തിച്ചു. അല്ല പിന്നെ ദോശയുടെ കൂടെ ഏത്തപ്പഴം ഏതെങ്കിലും വീട്ടിലുണ്ടോ അമ്മ? ഡിഫറെന്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണോ? നമ്മളെല്ലാരെ പോലെ വ്യത്യസ്തമായിരിക്കണം. നമുക്കൊരു ഇതുള്ളൂ. അതല്ല, നല്ല കോമ്പിനേഷൻ. അടിയന്തരാവസ്ഥക്കാലത്തും ജീവിക്കാൻ പഠിക്കണം. അതെ, നമ്മൾ ഏത് സാഹചര്യത്തെയും ഇതാക്കാൻ ഇങ്ങനൊക്കെ കഴിയണം. ഇപ്പൊ ദൂരെ ക്രിക്കറ്റ് കളിക്കാം.